നമസ്കാരം രുചിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ചു കാലം ഇങ്ങനെ സ്നാക്സ് ഒക്കെ ആയിട്ടായിരുന്നു റെസിപ്പീസ് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിനുശേഷം കുറച്ച് വീഡിയോയ്ക്ക് ശേഷം വീണ്ടും ഞാനൊരു സ്നാക്സുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്നാക്സ് എന്ന് പറഞ്ഞാൽ നോൺ വെജ് സ്നാക്കാണ്. നമുക്ക് ഈ ബ്രെഡും ചിക്കനും കൂടിയുള്ള ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇത് അങ്ങനെയാണ്, ബ്രെഡും ചിക്കനും വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ചൊരു ചീസൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി കാണുമ്പോൾ തന്നെ നല്ലൊരു സ്റ്റൈലാണ്, ഒരു ലുക്കാണ് സംഭവത്തിന്. അതുപോലെ തന്നെ കേട്ടോ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ ചിക്കനും ഉണ്ടെങ്കിൽ ചിക്കൻ അതായത് വാങ്ങിച്ചിട്ട് കുറച്ചൊക്കെ ബാക്കി വരില്ലേ, അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഒരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ഈ സ്നാക്സ് ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ 200 ഗ്രാം ചിക്കനാണ് എടുത്തത്. ബോൺ ഉള്ള അതായത് എല്ലോടുകൂടി ചിക്കനാണ്. അപ്പം ബോൺലെസ് ആണ്, എത്രയും സുഖം. നമ്മളെന്തായാലും അവസാനം ഇതൊന്നും ഇങ്ങനെ ചെറുതായിട്ട് പിച്ചിടുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ. ഇനി നമുക്ക് കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം കേട്ടോ, പുരട്ടി കൊടുക്കാം. അപ്പം ചിക്കൻ ആയതുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, അധികം വേണ്ട. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ട വേറെ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ 2 സവാള വേണം, പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി വേണം, പിന്നെ അതുപോലെ തന്നെ ഏതാണ്ട് ഒരു 1/2 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചിയുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ആദ്യം നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കാം. ഇനി സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ സവാളയും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനും ഇവിടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. ഒന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം ഇനി എല്ലാം വെടുത്തെടുക്കാം. അപ്പോഴത്തേക്ക് നമുക്കൊരു പാൻ ചൂടാക്കി കുറച്ച് ഓയിൽ ഒഴിച്ചു. അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. പിന്നെന്താ ഇതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് എന്ന് പറഞ്ഞാൽ ചിക്കനിൽ നമ്മൾ ഉപ്പ് ചേർത്താണ്. അപ്പോൾ ഈ ഒരു സവാളയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇനി ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കട്ടെ, നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരട്ടെ, അതുവരെ വഴറ്റി കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ ഏതാണ്ട് തണുത്ത് വന്നിട്ടുണ്ട്, കൈ തൊടാനുള്ള പാകത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുങ്ങനെ എന്താ പറയുക, പിച്ചി ഇടുക എന്ന് പറയില്ലേ, അതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ, 3/4 ടീസ്പൂൺ. ഇത്രയും ചേർത്തിട്ട് ഒന്നും കൂടി വഴറ്റാണ്. ഇനി വഴറ്റുക എന്ന് പറഞ്ഞാൽ ആ പൊടികളൊക്കെ ഒരു പച്ചമണം മാറിയാൽ മാത്രം മതി. അപ്പോൾ ഇതൊക്കെ റെഡിയായി. ഇനി നമ്മളിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ വേവിച്ചെടുത്ത സമയത്ത് കുറച്ച് സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൂടി ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ. ഇനിയിപ്പോൾ അതില്ലെങ്കിലൊന്നും കുഴപ്പമില്ല, നിർബന്ധമില്ല. അപ്പോൾ അതൊന്ന് വറ്റി വരണം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ, സ്റ്റോക്കൊക്കെ വറ്റി ഇപ്പോൾ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണാണ്. നിങ്ങൾക്ക് ടൊമാറ്റോ വേണേൽ ടൊമാറ്റോ ചേർക്കാം കേട്ടോ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ ചീസൊക്കെ ചേർക്കുന്നതിനെ കൊണ്ട് കുറച്ചുകൂടെ നല്ലത് ടൊമാറ്റോ സോസ് തന്നെയാണ്. അപ്പോൾ മിക്സായി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് ഒരു മുട്ട എടുക്കുന്നുണ്ട്, അത് പൊട്ടിച്ചൊരു ബൗളിലൊഴിച്ച് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ബ്രെഡിൻ്റെ സ്ലൈസസ് വേണം. അത് നമുക്ക് എത്ര എണ്ണം ഉണ്ടാക്കേണ്ടതെന്നുള്ളത്, നമുക്ക് 2 സ്ലൈസ് കൊണ്ട് ഒന്നാണ് ഉണ്ടാക്കാൻ പറ്റും, അപ്പോൾ അതിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ മുട്ട, പിന്നെ ബ്രെഡ് ക്രംസ് വേണം ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ അളവൊന്നും പറയുന്നില്ല കേട്ടോ, നമുക്ക് ആവശ്യം അനുസരിച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ മുട്ടയൊക്കെ എടുക്കുന്നതുകൊണ്ട് അപ്പോൾ ബ്രെഡ് ക്രംസിലാകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വേസ്റ്റ് ആയിപ്പോവും. അപ്പോൾ അത് വേണം. പിന്നെ അതുപോലെ തന്നെ ചീസ് വേണം. അപ്പോൾ ചീസ് സ്ലൈസാണ് എടുത്തിരിക്കുന്നത്, മുഴുവനായിട്ട് ഇടല. നമുക്ക് ആവശ്യത്തിനുള്ളത് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആദ്യം എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ബ്രെഡിൻ്റെ ഈ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കൊടുത്ത് നമ്മൾ ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് വേസ്റ്റ് ആവുമൊന്നുമില്ല. ഇപ്പം നമ്മളെ ബ്രെഡ് ഉണ്ടല്ലോ കുറച്ച് ചെറുതാണ് കേട്ടോ, കുറച്ചുകൂടെ വലുതാണ്, കുറച്ചുകൂടി ഫില്ലിങ്സ് നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റും. എന്നിട്ടൊന്ന് ജസ്റ്റ് നനച്ചിട്ട് കൈ വെച്ചിട്ടൊന്ന് ആ വെള്ളം നന്നായിട്ട് പോക്കുക. എന്നിട്ട് ഒരു സ്ലൈസിൻ്റെ മുകളിൽ ആദ്യത്തെ സ്ലൈസിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫില്ലിങ്
വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ചീസ് വെച്ച് കൊടുക്കുകയാണ്. വേണ്ട, കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെച്ച് കൊടുക്കാം. ഇനി അടുത്ത സ്ലൈസും കൂടി മുകളിൽ വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ 2 സ്ലൈസും കൂടി ശരിക്കും നന്നായിട്ട് ഒട്ടും. അപ്പോൾ ഇതുപോലെ ആവണം. ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയുണ്ടല്ലോ, അതിലേക്കൊന്ന് മുക്കി കൊടുത്ത് 2 വശത്തും മുട്ട നന്നായിട്ട് റെഡിയായി വരണം. എന്നിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ മുക്കി കൊടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ അപ്പം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കിത് ഓയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 വശവും നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരും. ഇതിന് വേറെ ഒന്നുമില്ല, ബ്രെഡിൻ്റെ ആ മോൾ വശം ഒന്ന് മുരിഞ്ഞ് വന്നാൽ മതി. ഒരുപാട് അങ്ങനെ നേരം ഒന്നും വെക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇത് ഒന്ന് ഷേപ്പാക്കി എടുത്തതാണ്, റൗണ്ടിൽ ഷേപ്പാക്കിയിട്ട് അതിൽ ഫില്ല് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി വേസ്റ്റ് ആയിട്ടുള്ള, അത് പുറത്ത് കുറച്ചും കൂടി കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി വേസ്റ്റ് ആയിട്ടുള്ള ഭാഗം വരും. വേസ്റ്റായി എന്നല്ല, നമുക്കത് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെയും കൂടി ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്രെഡിന് ഹോൾസൊക്കെ ഉണ്ടെങ്കിലൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. നമ്മൾ ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി എടുക്കുന്നതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ആ ഒരു എണ്ണയിലിട്ട് ഇങ്ങനെ പൊരിച്ച് വരുമ്പോൾ തന്നെ ഉണ്ടാകും നല്ലൊരു മണം കേട്ടോ. ബ്രെഡ് ഇങ്ങനെ പൊരിച്ച് വരുന്നു. പിന്നെ എന്താ അതിൻ്റെ ഉള്ള ചിക്കൻ്റെ ആ ഒരു മണം എല്ലാം കൂടി ഒന്നും പറയണ്ട, അടിപൊളിയാണ്. അതുപോലെ തന്നെയാണ് കഴിക്കുമ്പോൾ കുറച്ച് ചീസൊക്കെ ഉള്ളതുകൊണ്ട് ആ ചീസും ചിക്കനും എല്ലാം കൂടി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടായിക്കോ. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നൊരു ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.